നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സജീവമായി സ്മാർട്ട് ഫോൺസുകൾ ലോഞ്ച് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് റിയൽമി. മന്ത്ലി ഒന്നോ അതിൽ കൂടുതലോ സ്മാർട്ട് ഫോണെങ്കിലും റിയൽമി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറുണ്ട്. മെയിൻലി ലോ ബഡ്ജറ്റ് റേഞ്ച് അതുപോലെ തന്നെ മിഡ് റേഞ്ച് എന്നീ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലൊക്കെയാണ് നമ്മുടെ റിയൽമി സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാറുള്ളത്. മറ്റൊരു ബഡ്ജറ്റ് റേഞ്ച് സ്മാർട്ട് ഫോണും കൂടി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ റിയൽമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സെമിർസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 4 ദിവസങ്ങൾക്ക് മുമ്പ് റിയൽമി ലോഞ്ച് ചെയ്ത, അതായത് ജൂലൈ 24 റിയൽമി ലോഞ്ച് ചെയ്ത റിയൽമി 6 സീരീസിലെ റിയൽമി 6i എന്നൊരു സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ റിയൽമി 6i എന്നൊരു സ്മാർട്ട് ഫോണിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ റിയൽമി 6i ഒരു 15,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് റിയൽമി 6iൻ്റെ നമുക്ക് ഫ്രണ്ട് സൈഡ് ഡിസ്പ്ലേ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഇൻസെൽ LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ റിഫ്രഷ്മെൻറ്റ് റേറ്റും നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്, കാരണം നമുക്ക് ഈ ഒരു 15,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ റിഫ്രഷ്മെൻറ്റ് റേറ്റ് ലഭിക്കാവുന്നത് നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിൾ റേറ്റും നൽകിയിട്ടുണ്ട്. 2400x1080 പിക്സൽസിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷനും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ നോക്കുകയാണെങ്കിൽ 90.5% വരെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ പവർ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് നൽകിയിട്ടുള്ളത്. അതായത് നമ്മുടെ റിയൽമി സൂപ്പർ സൂം അതുപോലെ തന്നെ പോക്കോ X2 നമുക്ക് കണ്ടുവന്നതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓലിയം റോക്കസ് ബട്ടൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സിം സ്ലോട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിം സ്ലോട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡുവൽ നാനോ സിം സപ്പോർട്ടബിൾ സിം സ്ലോട്ടാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കർ ഗ്രിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെൻറ്ററിലായിട്ട് നമുക്ക് Type-C ചാർജിങ് സ്ലോട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്കൊരു മൈക്ക് ഹോൾസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് നമുക്കൊരു 3.5mm ഓഡിയോ ജാക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ നൽകിയിട്ടില്ല. നമ്മുടെ ഫോണിൻ്റെ ടോപ്പ് സൈഡ് പ്ലെയിൻ ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റായ പ്രൊസസ്സേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ റിയൽമി 6i യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G90T എന്ന ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഒക്ടാ കോർ പ്രൊസസ്സറാണ്, അതായത് 8 കോറുകളുള്ളൊരു പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ 2.05 GHz പ്രൈമറി ക്ലോക്ക് സ്പീഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 GHz സെക്കൻഡറി ക്ലോക്ക് സ്പീഡും ഈ ഒരു പ്രൊസസ്സറിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സറിൽ യൂസ് ചെയ്തിട്ടുള്ള GPUവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ARM G76 എന്ന GPU ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊസസ്സറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഹീലിയോ G90T എന്ന പ്രൊസസ്സറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രൊസസ്സറിൻ്റെ നെയിമിൻ്റെ കൂടെ അല്ലെങ്കിൽ നെയിമിൽ നമുക്ക് G എന്ന് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊസസ്സർ ഒരു ഗെയിമിങ്ങിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തൊരു പ്രൊസസ്സറാണ്. അതായത് നമുക്ക് ആ ഒരു പ്രൊസസ്സറിലൂടെ നല്ലൊരു സ്മൂത്ത് ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ലഭിക്കും എന്നാണ് നമ്മുടെ പ്രൊസസ്സറിൻ്റെ ഒക്കെ കമ്പനികൾ അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹീലിയോ G90T എന്നൊരു സ്മാർട്ട് ഫോണിനകത്ത് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്ത് പെർഫോമൻസും കൂടി നമുക്ക് ലഭിക്കുമെന്നും കൂടി വിചാരിക്കുന്നു. എന്നാലും വലിയൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്, കാരണം ഒരു ബഡ്ജറ്റ് റേഞ്ച് സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് റേഞ്ച് പ്രൊസസ്സറാണ്. അതിൻ്റേതായ ഒരു പെർഫോമൻസൊക്കെ നമുക്ക് ലഭിക്കുമെന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് റാം ആൻഡ് റോമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റാം ആൻഡ് റോം വേരിയൻസിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 2 റാം വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോം അല്ല, 2 വേരിയൻസിലും നമുക്ക് സെയിം റോമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ വേരിയൻറ്റ് 4GB റാം 64GB റോം ആണ്. മറ്റൊരു വേരിയൻറ്റ് 6GB റാം 64GB റോം എന്ന വേരിയൻറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ആൻഡ് ചാർജറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 4300 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 30 വാട്ടിൻ്റെ ഒരു ഫ്ലാഷ് ചാർജിങ് വരെ സപ്പോർട്ടബിൾ ആണ്. പക്ഷേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത്.
ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡ്യുവൽ സിം സപ്പോർട്ടബിൾ ആണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യുവൽ 4Gയും നമുക്ക് സപ്പോർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ വേർഷൻ 5.0 എന്ന വേർഷനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റൊരു മെയിൻ ഡിപ്പാർട്ട്മെൻറ്റായ ക്യാമറയെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ റിയൽമി 6iയിലെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് റിയർ സൈഡിലായിട്ട് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 48 MP f1.8 അപ്പറേച്ചറുള്ള ഒരു പ്രൈമറി മെയിൻ ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ക്യാമറയിൽ നമുക്കൊരു 10x വരെ ഡിജിറ്റൽ സൂമിങ് നമുക്ക് സപ്പോർട്ടബിൾ ആണ്. അടുത്തത് 8 MP f2.3 അപ്പറേച്ചറുള്ള ഒരു 119° ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 2 MP f2.4 അപ്പറേച്ചറുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 MP f2.4 അപ്പറേച്ചറുള്ള ഒരു മാക്രോ ലെൻസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയായിട്ട് നമുക്കൊരു LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് റിയർ ക്യാമറ വീഡിയോ റെക്കോർഡിങ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അൾട്രാ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് വീഡിയോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 4K 30 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1080p 60 FPS അതുപോലെ തന്നെ 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് ക്യാമറ മോഡുകളും നമുക്ക് അവൈലബിൾ ആണ്. സൂപ്പർ നൈറ്റ്സ്കേപ്പ്, അതുപോലെ തന്നെ അൾട്രാ മാക്രോ മോഡ്, പോർട്രേറ്റ് മോഡ്, പാനോറമിക് മോഡ് എന്നിങ്ങനെ കുറച്ച് മോഡുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തതായിട്ട് റിയൽമി 6iൻ്റെ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് നമുക്ക് റിയൽമി 6iൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 32 MP f2.0 അപ്പറേച്ചറുള്ള ഒരു പ്രൈമറി സെൽഫി ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ വീഡിയോ റെക്കോർഡിങ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1080p 60 FPS അതുപോലെ തന്നെ 1080p 30 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്ലോ മോഷനും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെൽഫി ടൈം ലാപ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ റിയൽമി സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ റിയൽമി UI ആണ് നമുക്ക് ലഭിക്കുന്നത്. അത് ആൻഡ്രോയിഡ് 10 ബേസ്ഡ് റിയൽമി UI ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ റിയൽമി 6i എന്ന സ്മാർട്ട് ഫോണിൻ്റെ കളർ വേരിയൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ വേരിയൻസിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ലൂണാർ വൈറ്റ്, മറ്റൊന്ന് എക്ലിപ്സ് ബ്ലാക്ക് എന്നിങ്ങനെ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ വേരിയൻസിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ റിയൽമി 6i എന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റാം ആൻഡ് റോം വേരിയൻസിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ബേസ് വേരിയൻറ്റ് 4GB റാം 64GB റോം എന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 12,999 റുപ്പീസാണ്. മറ്റൊരു വേരിയൻറ്റ് 6GB റാം 64GB റോം എന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 14,999 റുപ്പീസാണ്. 31 ജൂലൈത്തിനാണ് നമുക്ക് ഈ ഒരു റിയൽമി 6i എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ നമുക്ക് ലഭിക്കുന്നത്. ഫ്ലിപ്കാർട്ടിലൂടെയുള്ള ഒരു ഫസ്റ്റ് സെയിലാണ്. 12 PM കൃത്യം 12 PM നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മിനിറ്റിൻ്റെ ഒരു ഫ്ലാഷ് സെയിലായിരിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നമ്മുടെ ഈ റിയൽമി 6i എന്ന സ്മാർട്ട് ഫോൺ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയൊരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതായത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിന് അതുപോലെ തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും. അതുപോലെ തന്നെ ഡീസൻ്റായൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസൻ്റായ ഒരു ക്യാമറ സെറ്റപ്പും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ റിയൽമി 6i. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണുന്നത് വരെ ബൈ.